everyone. Welcome to Franklin's Lectures. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ്, കെമിസ്ട്രി ഫോർ ഇലക്ട്രിക്കൽ സയൻസിന്റെ മൊഡ്യൂൾ 4 ആയിട്ടുള്ള എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിസോൾവ്ഡ് ഓക്സിജൻ ആൻഡ് ഗിവ് വൺ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. എന്താണ് ഡിസോൾവ്ഡ് ഓക്സിജൻ, അതുപോലെ അതിന്റെ സിഗ്നിഫിക്കൻസും ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് വിത്തിൻ ദ വാട്ടർ. വാട്ടറിലുള്ള ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾസിന്റെ പ്രസൻസ്, എമൗണ്ട് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് പറയാ? ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പൊ എന്താണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ദ പ്രസൻസ് ഓഫ് ഫ്രീ ഓക്സിജൻ മോളിക്യൂൾസ് ഇൻ ദ വാട്ടർ. അതെന്താണ്? വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ അക്വാറ്റിക് ലൈഫ്. അതായത് വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസംസിന്റെയും സ്പീഷീസിന്റെയും ലൈഫിന് എന്താണ്? അത് എസെൻഷ്യൽ ആണ്, അത് അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്താ നമ്മൾ പറഞ്ഞത് തന്നെ, ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ദ അക്വാറ്റിക് ലൈഫ് ഓഫ് ഓർഗാനിസം. എന്താണ്? അക്വാറ്റിക് ലൈഫിന് എന്താണ്? ഓർഗാനിസംസിന്റെ അക്വാറ്റിക് ലൈഫിന് അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? മൈക്രോ ഓർഗാനിസംസിന്റെ ഡെത്ത് വരെ സംഭവിക്കും. ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ ക്യാൻ കോസ് ദ ഡെത്ത് ഓഫ് അക്വാറ്റിക് ഓർഗാനിസംസ്. അതുപോലെ തന്നെ നമ്മുടെ ഹയർ ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ടറിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹയർ ദ ഡിസോൾവ്ഡ് ഓക്സിജൻ മീൻസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ. അതുപോലെ തന്നെ എന്താണ്? അക്വാറ്റിക് ലൈഫ് എന്താണ്? ഹെൽത്തിയർ ആയിരിക്കും. ഹെൽത്തിയർ ആയിട്ടുള്ള അക്വാറ്റിക് ലൈഫ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ക്ലീനർ ആയിരിക്കും. അതായത് വാട്ടർ അത്രയും ക്ലീൻ ആയിരിക്കും, പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും ഹൈ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ അപ്പൊ ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാലോ വാട്ടറിന്റെ ക്വാണ്ടിറ്റി നല്ല കുറവായിരിക്കും. അതുപോലെ തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് പൊല്യൂട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ എന്താണ് വാട്ടറിലൊക്കെ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ വാട്ടറിലുള്ള എന്താണ് പൊല്യൂഷൻസിനൊക്കെ അവരെന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അവർ ഡീകമ്പോസ് ചെയ്തിട്ട് അതൊക്കെ പ്യൂരിഫൈ ചെയ്യും. അപ്പൊ അത് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ദേ നീഡ് ഓക്സിജൻ. ആ ഓക്സിജൻ നമുക്ക് എവിടെ നിന്നാ കിട്ടുക? ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എയറോബിക് ബാക്ടീരിയാസ് ഒക്കെ എന്ത് നടത്തുന്നത്? ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റേഴ്സ്. അതായത് വാട്ടറിലുള്ള ഒരുപാട് ബയോളജിക്കൽ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിനൊക്കെ എന്ത് ചെയ്യാം? ബ്രേക്ക് ഡൗൺ ചെയ്ത് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാണ് ആര് ചെയ്യുന്നത്? എയറോബിക് ബാക്ടീരിയാസ്. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പൊ ഇതൊക്കെയാണ് ഡിസോൾവ്ഡ് ഓക്സിജന്റെ സിഗ്നിഫിക്കൻസ്. എന്തൊക്കെയാണ്? ദേ ആർ എസെൻഷ്യൽ ഫോർ അക്വാറ്റിക് ലൈഫ്. അതുപോലെ തന്നെ ഹയർ ഡിസോൾവ്ഡ് ഓക്സിജൻ മീൻസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ. ആൻഡ് അതുപോലെ തന്നെ എന്താണ്? ഇത് എന്താണ്? ഭയങ്കര ഹെൽത്തിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ടറിന്റെ ക്വാളിറ്റി കുറവായിരിക്കും, പൊല്യൂഷൻ ആയിരിക്കും അതിൽ കൂടുതലും. അതുപോലെ തന്നെ എന്താണ്? എയറോബിക് ബാക്ടീരിയാസ് ഒക്കെ എന്താണ്? ഓർഗാനിക് പൊല്യൂഷനെ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഡിസോൾവ്ഡ് ഓക്സിജൻ. ഇതൊക്കെയാണ് എന്ത്? ഡിസോൾവ്ഡ് ഓക്സിജന്റെ സിഗ്നിഫിക്കൻസ്. ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദ വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതുപോലെ തന്നെയാണ് അടുത്തത്. എന്താണ്? വാട്ട് ഈസ് COD? COD എന്ന് പറഞ്ഞാൽ എന്താണ്? COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനാണ് നമ്മൾ എന്ത് പറയാ? COD. ഓക്കെ, COD. ഓക്കെ, എന്താണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ. അതും എന്താണ്? ഓക്സിജന്റെ എമൗണ്ട് തന്നെയാണ്. എന്തിനാണ്? ഫോർ ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ഇനേർട്ട് മെറ്റീരിയൽസ്. അതായത് ഓർഗാനിക്കും ഇനോർഗാനിക്കും ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ഇനേർട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാന്? ഓക്സിഡേഷൻ നടത്താൻ. എന്താണ് ഓക്സിഡേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പിന്നെ എന്താണ്? ഡിഫറെന്റ് മെറ്റീരിയൽസ് ഒക്കെ വാട്ടറിലാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയിരിക്കും. ആ വേസ്റ്റിന് എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? അതിന് വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്. ബൈ യൂസിങ് കെമിക്കൽ ഓക്സിഡൈസിങ് ഏജൻസ്. കെമിക്കൽ ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള K2Cr2O7 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ഇനേർട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാണ്? ഓക്സിഡേഷൻ നടത്തി വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് നമ്മൾ എന്ത് പറയാം?
കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണ്? 1 ലിറ്റർ ഓഫ് സീവേജ് വാട്ടറിലുള്ള എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയാ? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. 1 ലിറ്റർ ഓഫ് സീവേജ് വാട്ടർ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ needed for the complete oxidation. കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കണം. ആരെ? ഓഫ് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ഇനേർട്ട് സബ്സ്റ്റൻസ്. ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളതും വേണം, ഇനേർട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ഓക്സിഡേഷൻ നടത്തണം. ബൈ യൂസിങ് എന്ത്? കെമിക്കൽ ഏജൻസ് സച്ച് ആസ് K2CR2O7 in 1 liter of sewage water. 1 ലിറ്റർ സീവേജ് വാട്ടറിൽ എന്താണ്? കെമിക്കൽ ഓക്സിഡൈസിങ് ഏജൻസ് ഉപയോഗിച്ചിട്ട് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ട് ഇനേർട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ നടത്തി വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ നമ്മൾ എന്ത് പറയാ? COD, that is chemical oxygen demand. ഓക്കെ, ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഇതെന്താണ്? ഇത് നമ്മൾ 3 അവർ കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത്രയും ഫാസ്റ്റ് ആണ് എന്ത്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. 3 hours മതി എന്ത്? നമുക്ക് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മെഷർ ചെയ്യാൻ ആകെ 3 hours മതി. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും? ടോട്ടൽ എമൗണ്ട് ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ, അതായത് ഒരു വാട്ടറിൽ എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ എന്ത് ഉപയോഗിക്കാൻ പറ്റും? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഉപയോഗിക്കാം. അതിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ബയോളജിക്കൽ മാത്രമല്ല, ഇനേർട്ട് ആയ സബ്സ്റ്റൻസിന്റെയും ടോട്ടൽ എമൗണ്ടിനെ നമുക്ക് ഇതുവഴി കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ആർ നോട്ട് ഈസിലി ബ്രോക്കൺ ഡൗൺ ബൈ ബാക്ടീരിയ. ബാക്ടീരിയാസ് ഉപയോഗിച്ച് ബയോളജിക്കലി അല്ലാത്തതിനെ നമുക്ക് എന്ത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും? COD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഇറ്റ് വിൽ മെഷർ ഓൺലി വിത്തിൻ 3 hours. 3 hours കൊണ്ട് മെഷർ ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ഗിവ് ടോട്ടൽ ഓർഗാനിക് പൊല്യൂഷൻ ഓഫ് എ വാട്ടർ. വാട്ടറിലുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ ഇൻക്ലൂഡിംഗ് വിച്ച് ഈസ് നോട്ട് ബ്രേക്ക് ഡൗൺ ബൈ ബാക്ടീരിയ. ബാക്ടീരിയസ് ബ്രേക്ക് ഡൗൺ ചെയ്യാത്തത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻഡിക്കേറ്റ് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ. അതായത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മെഷർമെന്റ് ഹയർ ആണെങ്കിൽ എന്താണ്? അത്രയും കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂഷൻ ആ വാട്ടറിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ അത്രയും ഓക്സിജന്റെ എന്താണ്? അത്രയും പൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പൊ എന്ത് ചെയ്യും? അത് വാട്ടറിന്റെ ക്വാളിറ്റിനെ ഹാം ചെയ്യും. കാരണം അത്രയും ഓക്സിജൻ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ വാട്ടറിൽ എന്താവും? അത്രയും ഓക്സിജൻ കുറയും. ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ ക്വാളിറ്റി കുറയൂലേ? നമ്മൾ പഠിച്ചു, ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ ക്വാളിറ്റി എന്താവും? കുറയും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹൈ COD ലെവൽ, ഹൈ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് indicate greater concentration of pollutants that can consume oxygen and harm water quality. അത്രയും എമൗണ്ട് ഓഫ് ഓക്സിജൻ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാട്ടർ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യും. ഇതാണ് രണ്ടാമത്തേത്. ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഡിസോൾവ്ഡ് ഓക്സിജൻ. അതെന്താണ്? ജസ്റ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്. ഇവിടെ ഇത് കെമിക്കൽ എന്താണ്? ഓക്സിഡൈസിങ് ഏജൻസ് ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഉള്ള ഓക്സിജന്റെ ഡിമാൻഡ് എന്താണ്? ഓക്സിജന്റെ എമൗണ്ട് ആണ് ഇവിടെ പറഞ്ഞത്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതെന്താണ്? വാട്ട് ഈസ് BOD? ഗീവ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. BOD എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD. ഓക്കെ, BOD എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഓക്കെ, ഇതെന്താണ്? It is also the amount of oxygen required for the microorganisms for complete oxidation of biologically oxidizable substance. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ബയോളജിക്കലി ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ്. നമ്മൾ എന്താണ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിലോ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇനേർട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബയോളജിക്കലി മാത്രമുള്ളതിനെ നമ്മൾ ഇവിടെ എന്ത് വിളിക്കുക? അതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അത് എന്തിലാണ്? ഇൻ 1 ലിറ്റർ ഓഫ് സീവേജ് വാട്ടർ. 1 ലിറ്റർ ഓഫ് സീവേജ് വാട്ടറിൽ എന്ത്? മൈക്രോ ഓർഗാനിസംസ് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജനിൽ നമ്മൾ എന്ത് പറയാം? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അത് എന്താണ്? അത് 5 days പിടിക്കും. അത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നടക്കാൻ മിനിമം 5 days നടക്കും. അതുപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചർ എന്താണ്? at 20 degrees Celsius. നമ്മൾ COD പറഞ്ഞപ്പോൾ ഇവിടെ എന്താണ്? 3 hours ആയിരുന്നു. പക്ഷേ നമ്മൾ BOD എത്തിയപ്പോഴോ അത് 5 days at 20 degrees Celsius ആയി. അപ്പൊ ഇവിടെ ബയോളജിക്കലി ആക്റ്റീവ് ആയത് മാത്രമാണ് ഇവിടെ പൊല്യൂഷൻ എന്താണ്? പൊല്യൂട്ടൻസിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുള്ളൂ. മറ്റോടത്ത് ബയോളജിക്കലും ഇനോർഗാനിക്കും ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ അവിടെ എടുക്കും. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. പ്രസൻസ് ഓഫ് ബയോളജിക്കലി ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ്. ബയോളജിക്കലി ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഒക്കെ എന്ത് ചെയ്യും?
BOD വാട്ടറിന്റെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. കാരണം അവരൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ബാക്ടീരിയാസ് ഓക്സിഡൈസ് ചെയ്യും. അപ്പൊ തന്നെ BODന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇവർ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് എയറോബിക് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജനെ എന്ത് ചെയ്യും, ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഓക്സിഡേഷൻ നടത്തുന്നത്. അപ്പോഴാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ എന്താവുന്നത്, വാട്ടറിന് റിമൂവ് ചെയ്യുന്നത്. വാട്ടറിന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ആ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ചിട്ടാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് പോലത്തുള്ളത് റിമൂവ് ചെയ്യുന്നത്. അപ്പം അവരെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. അതുപോലെ തന്നെ അവർ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, ഒരുപാട് ഡിസോൾവ്ഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ടാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്, ഓക്സിഡേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവരെ BOD ഇൻഡിക്കേറ്റ്സ് ദ ലെവൽ ഓഫ് ഓർഗാനിക് പൊല്യൂഷൻസ് ദാറ്റ് can be break down by microorganisms. ഇവിടെ പറയുന്നത് എന്താണ്, ഇവരും എന്താണ്, ഇറ്റ് വിൽ ഗിവ് ദ ലെവൽ ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ. ഇവരും നമുക്ക് ഓർഗാനിക് പൊല്യൂഷന്റെ എമൗണ്ട് പറയും, ബട്ട് ദാറ്റ് can be broken down by microorganisms. മൈക്രോ ഓർഗാനിസംസ് ചെയ്യുന്നത് മാത്രമേ പറയുള്ളൂ. മറ്റോടത്ത് നമ്മൾ എന്ത് പറഞ്ഞു, മൈക്രോ ഓർഗാനിസംസ് ചെയ്യുന്നതും ചെയ്യാത്തതും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വഴി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ബയോളജിക്കൽ ആയതുകൊണ്ട് അവിടെ മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് എന്താണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ complete oxidation of biologically active substance by microorganisms, aerobic microorganisms in 1 liter of sewage water at 5 days at 20 degrees Celsius. 5 ദിവസം കൊണ്ടാണ് 20 degree Celsiusൽ. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് പോലുള്ളതിന്റെ BOD എടുക്കുന്നതാണ് നമ്മൾ അവര് ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അവർ ഓക്സിഡേഷൻ നടത്തുന്നത് ആരാണ്, എയറോബിക് മൈക്രോ ഓർഗാനിസംസ്. എങ്ങനെയാണ്, ബൈ യൂസിങ് ഡിസോൾവ്ഡ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദ വാട്ടർ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് നടത്തുന്നത്, ഓക്സിഡേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇറ്റ് വിൽ ഗിവ് ദ ലെവൽ ഓഫ് ഓർഗാനിക് പൊല്യൂട്ടൻസ് പ്രസന്റ് ഇൻ ദ വാട്ടർ വിച്ച് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ഓർഗാനിക് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് എന്താണ്, ബ്രേക്ക് ഡൗൺ ചെയ്തതിന്റെ എമൗണ്ട് ആണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് തരിക. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്തൊക്കെയാണ്, ഡിസോൾവ്ഡ് ഓക്സിജൻ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഇത് മനസ്സിലായില്ലേ, ഇത് മൂന്ന് മനസ്സിലായില്ലേ, ഡിസോൾവ്ഡ് ഓക്സിജൻ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു പ്രോബ്ലം ആണ്. എന്താണ്, കാൽക്കുലേറ്റ് ദ ടെമ്പററി, പെർമനന്റ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഹാർഡ്നെസ് മെഷർ ചെയ്യാനാണ്. വിത്ത് ദ ഫോളോവിങ് സോൾട്സ്. ഈ സോൾട്സ് കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്. അതേപോലെ തന്നെ അവരുടെ എന്താണ് ഹാർഡ്നെസിന്റെ മെഷർമെന്റ്, മാസ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഹാർഡ്നെസ്. ഇതാണ് ഇത് എന്താണ് മെഷർ, ഇത് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് ദ സബ്സ്റ്റൻസ്. ഈ കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റും ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസ് എന്താണ്, ഹാർഡ്നെസിന്റെ മാസ് ആണ് ഈ 6 ppm, 8 ppm, 10 ppm എന്നൊക്കെ പറയുന്നത്. മാറിപ്പോകരുത്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർഡ്നെസിന്റെ മാസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്, അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഹാർഡ്നെസ് മെഷർ ചെയ്യാനാണ് ചോദ്യം. ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ്, പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ്, പിന്നെ ടോട്ടൽ ഹാർഡ്നെസ്. അപ്പൊ ഹാർഡ്നെസ് എങ്ങനെ മെഷർ ചെയ്യുക, ഹാർഡ്നെസിന്റെ ഇക്വേഷൻ എന്താണ്, ഹാർഡ്നെസ് ഈക്വൽ ടു എന്താണ്, മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. നമ്മൾക്ക് അറിയാം, അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 8 ppm, 10 ppm ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് കിട്ടി. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്, ഓക്കെ, ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ആരുടെ, കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിന്റെ ഇക്വാലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അതായത് ഈ കാൽഷ്യം ബൈകാർബണേറ്റ് ഇതിന്റെ ഒക്കെ എന്ത് ഇക്വാലന്റ് വെയിറ്റ്, ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്, മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഡിവൈഡ് ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്
divided by equivalent weight of hardness producing substance. ഇതാ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ഇതിന്റെ ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും അതേപോലെ തന്നെ ടോട്ടൽ ഹാർഡ്നെസ്സും കാണേണ്ടത്. മനസ്സിലായോ? ഇക്വേഷൻ എന്താണ് മറന്നു പോകരുത്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടെമ്പററി ഹാർഡ്നെസ് എന്താ കാണേണ്ടത്? ടെമ്പററി ഹാർഡ്നെസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതല്ലേ, ടെമ്പററി ഹാർഡ്നെസ്. അപ്പോ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടെമ്പററി ഹാർഡ്നെസ്? ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈകാർബണേറ്റ്സ് ഉള്ള വാട്ടറിൽ ബൈകാർബണേറ്റ്സിന്റെ എമൗണ്ട് ആണ്. ബൈകാർബണേറ്റ്സ് ഉള്ള ഹാർഡ് വാട്ടറിനാണ് നമ്മൾ എന്ത് പറയാ? ടെമ്പററി ഹാർഡ് വാട്ടർ. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് എന്തായിരിക്കണം? ഇതിലുള്ള ബൈകാർബണേറ്റ്സിനെ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, അപ്പൊ ഇത് രണ്ടിന്റെയും കണ്ടാൽ മതി ടെമ്പററി ഹാർഡ്നെസ്സിൽ. ഓക്കെ. മറ്റേത് ഇവിടെ സൾഫേറ്റ് ആവുമ്പോഴോ അത് പെർമനന്റ് ഹാർഡ്നെസ് ആവും. അപ്പൊ ഇത് രണ്ടും എന്തിനാ കൂട്ടുക? പെർമനന്റ് ഹാർഡ്നെസ്സിന്. ഇത് രണ്ടോ നമ്മൾ നോക്കണം, മാറിപ്പോകരുത്. ബൈകാർബണേറ്റ്സ് ആവുമ്പോൾ അത് എന്തിന്റെ ആയിരിക്കും? ടെമ്പററി ഹാർഡ്നെസ്സിന്റെ ആണ്. ഓക്കെ. അപ്പൊ നോക്കാം. ടെമ്പററി ഹാർഡ്നെസ് ആണ് കണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആരതാ കാണേണ്ടത്? കാൽഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ നോക്കാം. കാൽഷ്യം ബൈകാർബണേറ്റിന്റെ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ഇക്വേഷൻ വെച്ച് കാണാം. ഓക്കെ. ഈക്വൽ ടു എന്താണ്? ഈ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്? എത്ര തന്നിട്ടുള്ളത്? 6 ppm അല്ലെ? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഓക്കെ. 6 ppm തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. ഓക്കെ. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ ഇക്വാലന്റ് വെയിറ്റ് എങ്ങനെ കാണാം? മോളിക്യുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ് എന്ത്? ഇക്വാലന്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ. പിന്നെ നമ്മൾ ഓർത്ത് വെക്കണം, എല്ലാ സാൾട്സിന്റെയും എവറി സാൾട്സിന്റെ വാലൻസി എത്രയാണ്? 2 ആണ്. എല്ലാ സാൾട്സിന്റെ വാലൻസി എത്രയാണ്? 2 ആണ്. അപ്പൊ വാലൻസി ഓഫ് സോൾട്സ് എത്ര ആയിരിക്കും? വാലൻസി ഓഫ് സോൾട്സ് 2 ആയിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും ഇക്വാലന്റ് വെയിറ്റ് കാണുമ്പോൾ വാലൻസി എത്ര ആക്കി എടുക്കുക? 2 ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ് പറഞ്ഞാൽ ഇതിലിപ്പം നോക്കാം. ഏത്? കാൽഷ്യം കാർബണേറ്റിന്റെ കാൽഷ്യത്തിന്റെ വെയിറ്റ് പ്ലസ് കാർബണിന്റെ വെയിറ്റ് പ്ലസ് O3 ഓക്സിജന്റെ വെയിറ്റ് ആഡ് ചെയ്യുന്നതാണ് ഇത് മോളിക്കുലാർ വെയിറ്റ്. അപ്പൊ നോക്കാം. കാൽഷ്യത്തിന്റെ വെയിറ്റ് എത്രയാണ്? 40 പ്ലസ് കാർബണോ 12. ഇത് നമ്മൾ പഠിക്കണം കേട്ടോ. 3 × 16 ഡിവൈഡഡ് ബൈ വാലൻസി എത്ര? 2. അപ്പോ എന്ത് കിട്ടും? ഇത് കൂട്ടിയ 100/2 = 50 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇക്വാലന്റ് വെയിറ്റ് കിട്ടി അല്ലേ? നമുക്കിപ്പോ ഇതിൽ മാസ് ഓഫ് ഹാർഡ്നെസ് കിട്ടി, ഇക്വാലന്റ് വെയിറ്റ് കിട്ടി. നമുക്ക് ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ കാൽഷ്യം കാർബണേറ്റിന്റെ ഇക്വാലന്റ് വെയിറ്റിനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതേ സെയിം മോളിക്കുലർ വെയിറ്റ് ബൈ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് കാണാം. ഓക്കെ. അപ്പൊ അത് മോളിക്കുലർ വെയിറ്റ് ഒക്കെ നോക്കാം. കാർബണിന്റെ എത്രയാണ്? മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി തന്നെയാണ് ഇതും. അപ്പൊ നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിന്റെ എത്രയാണ്? 40 പ്ലസ് HC ഇത് ട്വൈസ് ആണല്ലോ. അപ്പൊ 2 × 1 പ്ലസ് ഇവിടെ കാർബണിന്റെ 12 താഴത്തെ ×1 പ്ലസ് എന്താണ്? O3 ട്വൈസ് ഇവിടെ 2 ഉണ്ട്. അപ്പൊ 3 × 2 6 ആവും. അപ്പൊ 6 × 16 ആണ് എന്ത്? കാർബൺ ഓക്സിജന്റെ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 162/2 കിട്ടും. ഓക്കെ. അത് അങ്ങനെ കിടക്കട്ടെ, നമുക്കത് സോൾവ് ചെയ്യണ്ട. 162/2 കിട്ടി. ഇനി നമുക്ക് നമ്മളെ ഇക്വേഷൻ കിട്ടുകൊടുക്കാം. ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഹാർഡ്നെസ് ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇതിൽ എത്രയാണ്? 6 ppm. നമ്മൾ പറഞ്ഞു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എത്രയാണ്? 6 ppm. അത് ഇവിടെ ഇട്ട് കൊടുക്കാം. 6 ppm ഇൻറ്റു എന്താ? ഇക്വാലന്റ് വെയിറ്റ് എത്രയാണ്? കാൽഷ്യത്തിൻ്റെത് 50 അല്ലേ? 50 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടി? 162/2. അപ്പൊ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും? ഇൻറ്റു ആവും. അപ്പൊ അത് നോക്കാം.
6 into 100. 50 into 2 എത്രയാണ് 100 divided by 162. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 3.70 ppm. അപ്പൊ നമുക്ക് കാൽസ്യം ബൈകാർബണേറ്റിന്റെ എന്ത് കിട്ടി? ഹാർഡ്നെസ് കിട്ടി. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിച്ചത് നമ്മള്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ അത് പറയുന്നുണ്ടല്ലോ, ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം ബൈകാർബണേറ്റ് കണ്ടുപിടിച്ചു. കാൽസ്യം കാർബണേറ്റ് കഴിഞ്ഞിട്ട് കാൽസ്യം ബൈകാർബണേറ്റിന്റെ കണ്ടുപിടിച്ചു. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 6 ppm എന്തുണ്ട്? ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്ത്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസർ സബ്സ്റ്റൻസ് 6 ppm ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടുപിടിച്ച് എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹാർഡ്നെസ് കിട്ടി. അപ്പൊ ഹാർഡ്നെസിന്റെ ഇക്വേഷൻ മറന്നു പോകരുത്. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് ഇൻടു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഒരാളുടെ ആയിട്ടുള്ള. ഇനി നമുക്ക് അടുത്ത ടെമ്പററി എന്താണ് ഹാർഡ്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്താണ്? മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ ഇനി മെഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ കാണാം. മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നിന്റെയും നമ്മൾ കാണണം കേട്ടോ. മെഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ കാണുമ്പോൾ നമുക്കറിയാം ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണ്? ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസിന്റെ മാസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 8 ppm. അപ്പൊ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 ppm. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടി. ഇനി നമുക്കറിയാം കാൽഷ്യത്തിന്റെ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ എല്ലാത്തിനും ഇത് ആവശ്യമുണ്ട്. 50 ആണെന്ന്. ഇനി നമുക്ക് അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വാലന്റ് വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. അത് കണ്ടുപിടിക്കാം. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, ഇതെത്ര? ആദ്യം മെഗ്നീഷ്യത്തിന്റെ മോളിക്കുലർ വെയിറ്റ് ബൈ വാലൻസി കേട്ടോ. ഇക്വാലന്റ് വെയിറ്റ് കാണാൻ മോളിക്കുലർ വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം എത്രയാണ്? 24 പ്ലസ് സെയിം 2 into 1 പ്ലസ് 12 into 2 പ്ലസ് 16 into 16 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 146/2 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഹാർഡ്നെസ് കണ്ടുപിടിച്ചൂടെ? ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഇതിന്റെ മാസ് എത്രയാണ്? 8 ppm അല്ലെ? 8 into ഇവിടെ നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റിന്റെ എത്രയാണ്? 50. അത് അപ്ലൈ ചെയ്യാം. 50 ഡിവൈഡഡ് ബൈ 146/2. ഇത് സോൾവ് ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈ 2 മേലേക്ക് കയറും. അപ്പൊ 100 ആയി മാറും. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 146. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 5.47 ppm. ഓക്കെ, ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനിയുണ്ട്. ഇപ്പൊ നമുക്ക് എന്തായി? പെർമനന്റ് ഹാർഡ്നെസ് ഉള്ള 2 കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞു ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? ടെമ്പററി ഹാർഡ്നെസ്. ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ആണ്. ഓക്കെ, നമ്മുടെ സോൾട്ടിന്റെ കൂടെ ബൈകാർബണേറ്റ് ആണെങ്കിൽ അതെന്താണ്? ടെമ്പററി ഹാർഡ്നെസ്. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് ഉള്ള 2 കിട്ടി. ആരൊക്കെയാണ്? മെഗ്നീഷ്യം ബൈകാർബണേറ്റും നമ്മുടെ കാൽഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും വാല്യൂസ് നമുക്കറിയാം. മെഗ്നീഷ്യത്തിന്റെ എത്രയാണ്? 5.47. അപ്പൊ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5.47 പ്ലസ് നമ്മുടെ മെഗ്നീഷ്യത്തിന്റെ എത്രയാണ്? കാൽഷ്യത്തിന്റെ 3.70. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. 3.70. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9.17 ppm. ഇതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. അപ്പൊ നമുക്ക് ടോട്ടൽ ടെമ്പററി ഹാർഡ്നെസ് കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. കാൽക്കുലേറ്റ് ദ ടെമ്പററി ഹാർഡ്നെസ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യം ഇങ്ങനെ ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് ഇൻടു ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് കിട്ടും. എന്നിട്ട് പിന്നെ ഓരോന്നോരോന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ടെമ്പററി ഹാർഡ്നെസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. എന്താണ് പെർമനന്റ് ഹാർഡ്നെസ്? പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതില് സൾഫേറ്റ് അയോൺസ്, ഹാർഡ് വാട്ടറിൽ എന്തുണ്ടാവും? സൾഫേറ്റ് അയോൺസ് ഒക്കെ ഉണ്ടാവും. അതാണ് എന്ത്? പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. ഇതിലാണ് സൾഫേറ്റ് അയോൺസ് ഉള്ളത് നോക്കുക. അപ്പൊ ഇവർക്ക് 2 പേർക്കുമാണ് സൾഫേറ്റ് അയോൺസ്. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? പെർമനന്റ് ഹാർഡ്നെസ് കൂട്ടണം. അപ്പൊ അത് മറന്നുപോകും. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ബൈകാർബണേറ്റ്സ് ആണ്.
പെർമനന്റ് എന്ന് പറയുമ്പോൾ സൾഫേറ്റ്സ് ആവാം അല്ലെങ്കിൽ ക്ലോറൈഡ്സും ആകാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. സെയിം ഇക്വേഷനിൽ ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? കാൽഷ്യം സൾഫേറ്റ്. അപ്പൊ നമുക്ക് കാൽഷ്യം സൾഫേറ്റിന്റെ ഫസ്റ്റ് കാണാം. ഓക്കെ, കാൽഷ്യം സൾഫേറ്റിൻ്റെത് കാണാം. കാൽഷ്യം സൾഫേറ്റിൻ്റെത് കാണുമ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് മാസ് ഓഫ് എന്താണ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്നിട്ടുള്ളത് 10 ppm. അതപ്പോൾ നമുക്കത് ഓൾറെഡി കിട്ടി. എന്ത് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഓൾറെഡി കിട്ടി. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ppm ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമുക്ക് ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ഇക്വാലന്റ് വെയിറ്റ് ഓഫ് ആരതാണ്? കാൽഷ്യം സൾഫേറ്റിൻ്റെത് കാണാം. ഇക്വാലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് നോക്കാം. മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു എല്ലാ സോൾട്സിന്റെ വാലൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. മോളിക്കുലർ വെയിറ്റ് കാണുമ്പോൾ കാൽഷ്യത്തിന്റെ എത്രയാണ്? 40, സൾഫറിൻ്റെത് 32 ആണ്. മറക്കരുത്, സൾഫറിൻ്റെത് 32 ആണ്. അതേപോലെ ഓക്സിജൻ 4 ഓക്സിജൻ ആണുള്ളത്. അപ്പോൾ 4 × 16 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 136 ഡിവൈഡഡ് ബൈ 2 കിട്ടും. എത്ര കിട്ടും? 136 ഡിവൈഡഡ് ബൈ 2. നമുക്കത് ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഹാർഡ്നെസ് ഈക്വൽ ടു എത്രയാണ്? മാസ് 10 × 50 ഡിവൈഡഡ് ബൈ 136 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പൊ ഇത് 10 × 100 ഡിവൈഡഡ് ബൈ 136 കിട്ടും. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽഷ്യം സൾഫേറ്റിൻ്റെത് കിട്ടും. അത് എത്രയാണ്? 7.35. ഓക്കെ, ഇനി അടുത്തതാണ് മഗ്നീഷ്യം സൾഫേറ്റ്. നെക്സ്റ്റ് ആരത് കാണണം? മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പൊ മഗ്നീഷ്യം സൾഫേറ്റിന്റെ എത്ര നോക്കാം. മഗ്നീഷ്യം സൾഫേറ്റിന്റെ മാസ് എത്ര തന്നിട്ടുള്ളത്? 15. അപ്പൊ നമുക്കത് ഇവിടെ എഴുതി വെക്കാം. മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് എത്രയാണ്? 15 ppm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഇക്വാലന്റ് വെയിറ്റ് അല്ലേ? സെയിം സ്റ്റെപ്പ്, എല്ലാത്തിനും സെയിം സ്റ്റെപ്പാണ് ഹാർഡ്നെസ് കാണാൻ കേട്ടോ. ഹാർഡ് വാട്ടർ എന്താണ്? ടെമ്പററി ഹാർഡ്നെസിനും പെർമനന്റ് ഹാർഡ്നെസിനും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി കാണാം. മെഗ്നീഷ്യത്തിന്റെ എത്രയാണ്? 24. സൾഫറിൻ്റെത് 32 + 4 × 16 ഡിവൈഡഡ് ബൈ 2. നമ്മൾ എന്ത് ചെയ്യണം? മോളിക്കുലർ വെയിറ്റ് ഓഫ് മെഗ്നീഷ്യം, അതേപോലെ കാൽഷ്യം, കാർബൺ, സൾഫർ, പിന്നെ ഓക്സിജനും ഹൈഡ്രജനും എല്ലാവർക്കും അറിയാലോ. ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അത് എന്താണ്? ഇത് മോഡൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആകെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളൂ ഇക്വാലന്റ് വെയിറ്റ്. അപ്പൊ ഇക്വാലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ മോളിക്കുലർ വെയിറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120/2. നമുക്കിത് ഹാർഡ്നെസിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എത്രയാണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് 15 × 50 ഡിവൈഡഡ് ബൈ 120/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 × 100 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടും? 12.5 ppm. ഇനി നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര? ഇത് രണ്ടും കൂട്ടുക. നമ്മൾ 2 പെർമനന്റ് ഹാർഡ്നെസ്, ഒന്നാമത്തേത് എത്രയാണ്? 7.35 ആരത്? കാൽഷ്യം സൾഫേറ്റിന്റെ പ്ലസ് 12.5 ppm ആരത്? മഗ്നീഷ്യം സൾഫേറ്റിന്റെ 12.5. ഓക്കെ, ഇത് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 19.85 ppm കിട്ടും. ഇനി നമ്മളോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ടെമ്പററി ഹാർഡ്നെസ് പ്ലസ് ടോട്ടൽ പ്രൈമറി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ്. അപ്പൊ ടോട്ടൽ ഹാർഡ്നെസ് കൂട്ടുമ്പോൾ എന്താണ്? നമ്മൾ ആദ്യം കണ്ടു എന്ത്? ടോട്ടൽ ടെമ്പററി ഹാർഡ്നെസ്. ടോട്ടൽ ടെമ്പററി പ്ലസ് എന്ത്? ടോട്ടൽ പെർമനന്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ടെമ്പററി എത്രയാണ്? നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. എത്രയാണ് ടോട്ടൽ ടെമ്പററി? 9.17. ഓക്കെ, അപ്പൊ 9.17 പ്ലസ് നമ്മുടെ ടോട്ടൽ പെർമനന്റോ 19.85. അത് ഇവിടെ കൊടുക്കുക, 19.85. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഹാർഡ്നെസ്. അപ്പൊ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലേ? കുറെ സ്റ്റെപ്പ് ഉണ്ടെങ്കിലും സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇട്ടിട്ട് പോകണം. ഓരോന്നിന്റെയും
എന്താണ് ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക, ഇക്വലന്റ് വെയിറ്റ് പഠിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. എന്ത്, മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഇതിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ്സും പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ്സും പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചു. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതിൽ എന്താ പഠിക്കേണ്ടത്, ഇക്വലന്റ് വെയിറ്റ് കാണണം. അപ്പൊ ഇക്വലന്റ് വെയിറ്റ് കാണണമെങ്കിൽ ഓരോന്നിന്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ മോളിക്കുലർ വെയിറ്റ് ഓഫ് കാൽഷ്യം, കാർബൺ, അതേപോലെ മെഗ്നീഷ്യം, സൾഫർ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്ക്രൈബ് ദ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് ആൻഡ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. അതിന്റെ അപ്പാരറ്റസ് ആണ് ഇത്, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്താണ്, എയറോബിക് ഫിൽട്രേഷൻ മെത്തേഡ് ആണ്. എന്താണ് എയറോബിക് ഫിൽട്രേഷൻ മെത്തേഡ് പറഞ്ഞാല്, ഫിൽട്രേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ എന്താണ് പറയാ, ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ, എയറോബിക് ആണ്. ഓക്സിജൻ ഇല്ലെങ്കിലോ അനഎയറോബിക് എന്ന് പറയാം. അപ്പം ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂരിഫിക്കേഷൻ തന്നെയാണ്. നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഫിൽറ്റർ മീഡിയം ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽറ്റർ മീഡിയം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ എന്താണ് സീവേജ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നതാണ് എന്ത്, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. ഓക്കെ, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്താണ്, ഒരു ബയോളജിക്കൽ മെത്തേഡാണ്. എന്താണ്, നമ്മുടെ ഈ ഫിൽറ്ററിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് നടത്തുന്നത്, ഫിൽട്രേഷൻ നടത്തുന്നത്. ഇപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ബൈ യൂസിങ് എ സ്പെഷ്യൽ ഫിൽറ്റർ. ഒരു സ്പെഷ്യൽ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്യൂരിഫിക്കേഷൻ നടത്തുകയാണ്. ബൈ യൂസിങ് എ സ്പെഷ്യൽ ഫിൽറ്റർ വി ആർ പ്യൂരിഫൈങ് ദ വാട്ടർ. ഇറ്റ്സ് കോൾഡ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. അപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡിന്റെ അപ്പാരറ്റസ് കണ്ടോ, അതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. എന്താണ്, റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. അതുപോലെ തന്നെ അത് 2 മീറ്റർ ഡെപ്ത്. അതിനെന്താണ് 2 മീറ്റർ ഡെപ്തിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതാണ് എന്ത്, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഫിൽറ്റർ. ഓക്കെ, അതിലെന്തുണ്ട്, ഇതിൽ നമ്മൾ ഒരുപാട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ക്രഷ്ഡ് റോക്സും ക്രഷ്ഡ് ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിൽറ്റർ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുള്ള എന്താണ്, ക്രഷ്ഡ് റോക്സും എന്താണ് ബ്രിക്സ് ഒക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ളത്. ഈ ഫിൽറ്ററിന്റെ ഉള്ളിലാണ് മൈക്രോ ഓർഗാനിസംസ്. ഇവിടെ എന്താണ് ഒരുപാട് ക്രഷ്ഡ് റോക്സും ക്രഷ്ഡ് ഇതൊക്കെ ഉണ്ട്. ഇതിലാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഇൻഫ്ലുവന്റ് വഴി സീവേജ് പാസ് ചെയ്യും. സീവേജ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കണ്ട ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ, ഇത് പോയി റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ എത്തിയിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ വേസ്റ്റ് വാട്ടർ ഫുള്ള് നമ്മുടെ ഫിൽറ്റർ മീഡിയത്തേക്ക് വരും. ഈ ഫിൽറ്റർ മീഡിയത്തിൽ വരുമ്പോൾ ഫിൽറ്റർ മീഡിയത്തിൽ ആരുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മൾ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിനൊക്കെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറിന് എന്ത് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പ്യൂരിഫൈ ചെയ്ത വാട്ടർ കിട്ടും. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. എന്താണ്, ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് ബൈ യൂസിങ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽറ്റർ. പിന്നെ എന്താണ്, ഇറ്റ്സ് റെക്ടാങ്കുലർ ഷേപ്പ് ആൻഡ് 2 മീറ്റർ ഡെപ്ത് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവന്റ് വഴി sewage passes it will trickle around the rotating filter distributor and moving to the filter medium. Filter medium എന്തുണ്ട്, there are so many microorganisms in the filter medium that will decompose the organic matter in the waste water. Organic matter full waste water full കളയും. Then we will get the effluent വഴി നമുക്ക് എന്ത് കിട്ടും, we can get the water, purified water. ഈ ഡ്രെയിനേജ് സിസ്റ്റം വഴി നമുക്ക് എന്ത് കിട്ടും, വാട്ടറിന് കിട്ടും. അപ്പൊ ഇതൊരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. അതെന്താണ്, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ള ഒരു ഫിൽറ്റർ മീഡിയം, അതിൽ ഒരുപാട് ക്രഷ്ഡ് റോക്സ് ഒക്കെ ഉണ്ട്. അവിടെയാണ് എന്ത്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഗ്രോ ചെയ്യുന്നത്. ആ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, നമ്മൾ വേസ്റ്റ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡിന്റെ മേലെ ഇങ്ങനെ കണ്ടോ, അതാണ് എന്ത്, റൊട്ടേറ്റിംഗ് ഇൻഫ്ലുവന്റ് ഡിസ്ട്രിബ്യൂട്ടർ. ആ റൊട്ടേറ്റിംഗ് ഇൻഫ്ലുവന്റ് ഡിസ്ട്രിബ്യൂട്ടർ വഴി എന്ത് ചെയ്യും, വെള്ളം റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഫിൽറ്റർ മീഡിയത്തേക്ക് ചാടും. ആ ഫിൽറ്റർ മീഡിയത്തിൽ എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസംസ് ഫുള്ള് ഇതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടർ എന്ത് ചെയ്യും, ഡ്രെയിനേജ് സിസ്റ്റം വഴി പോകും. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ പ്രിൻസിപ്പിൾ ആൻഡ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിന്റെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിന് 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ അപ്പാരറ്റസ് കണ്ടോ, നമ്മൾ എന്ത് ചെയ്യും, വി വിൽ അപ്ലൈ ഹൈ പ്രഷർ.
നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ, സീ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വാട്ടറോ എന്താണ് നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത്, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ എടുക്കും. എന്നിട്ട് വി വിൽ അപ്ലൈ ഹൈ പ്രഷർ ഓൺ ദാറ്റ് സൊല്യൂഷൻ സൈഡ്. then that will go through the semi permeable membrane. semi permeable membrane വഴി എന്ത് മാത്രമേ പോവുള്ളൂ, സോൾവെന്റ് മാത്രമേ എന്ത് പോവുള്ളൂ, സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പുറത്ത് പോവുള്ളൂ. ഇവിടെയുള്ള സോളിഡ്സ് ഫുള്ള് ഇവിടെ സ്റ്റക്ക് ആയി നിൽക്കും. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണ്, കുറച്ച് സംഭവങ്ങളെ പെർമിറ്റ് ഉള്ളൂ. അപ്പൊ ഇവിടേക്ക് സോൾവെന്റ്സ് മാത്രമേ പുറത്ത് പോവുള്ളൂ. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, പ്യുവർ ആയിട്ടുള്ള വാട്ടറിന് അവിടെ കിട്ടും. എങ്ങനെയാണ്, when we apply high pressure on the solution side, it will go and through the semi permeable membrane. The solution was flow through the semi permeable membrane. okay, solution എന്ത് ചെയ്യും, semi permeable membrane വഴി പോകും. എന്നിട്ടോ only pure solution will go through that semi permeable membrane. നമ്മൾ when we apply the high pressure to the solution, then the pure solvent from that solution will pass through the semi permeable membrane. അപ്പൊ നമ്മുടെ മറ്റേ അതിലുള്ള സോളിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, that will stuck in that solution side. ഈ സൊല്യൂഷൻ സൈഡിൽ അതൊക്കെ എന്ത് ചെയ്യും, സ്റ്റക്ക് ചെയ്യും. അപ്പൊ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരൂലേ, രണ്ട് സൈഡിലും കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരില്ല. കാരണം ഒരു സൈഡിൽ എന്തുണ്ട്, സൊല്യൂഷൻസിൽ ഒരുപാട് സോൾട്ട് വാട്ടർ ആണെങ്കിൽ അതിൽ സാൻഡും ഒരുപാട് സാൾട്ട്സ് ഒക്കെ ഉണ്ടാക്കും. സൊല്യൂഷൻ ഈ സൈഡിലേക്ക് വരുമ്പോഴോ ഇവിടെ പ്യുവർ വാട്ടർ ആണ്, അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഡിഫറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. എവിടേക്കാ പോവുക, ഇറ്റ് വിൽ ഗോ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻക്കാണ് എന്ത് പോവുക, റിവേഴ്സ് ഓസ്മോസിസ് വഴി പ്യുവർ സോൾവെന്റ്സിന്റെ പാസേജ്. എങ്ങനെ, ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫ്രം ദ സൊല്യൂഷൻ ടു ദ പ്യുവർ സോൾവെന്റ് ബൈ അപ്ലൈയിങ് എ എക്സസ് പ്രഷർ. നമ്മളൊരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, പ്യുവർ സോൾവെന്റ് ഈസ് മൂവിങ് ഫ്രം ദ സൊല്യൂഷൻ ടു ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പ്യുവർ സോൾവെന്റ് മാത്രം മൂവ് ചെയ്യുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയാ, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, കോൺസെൻട്രേഷന്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വിൽ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻസ് എന്ത് പ്യുവർ സോൾവെന്റ് മൂവ്മെന്റ്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണ്, പ്യുവർ സോൾവെന്റിനെ മാത്രമേ ഇങ്ങോട്ട് പാസ് ചെയ്യുള്ളൂ. നമ്മുടെ സോൾവെന്റിലുള്ള ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസ് മൊത്തം എന്ത് ചെയ്യും, ഒരു സൈഡിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മറ്റേ സൈഡിലെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും സോൾവെന്റ് വിൽ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ will work on the concentration gradient. ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണ്, പ്യുവർ സോൾവെന്റ്സിനെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. എന്താണ്, അതിലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ മറ്റേ സൈഡിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, ഇതാണ് റിവേഴ്സ് ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസിന്റെ പ്രിൻസിപ്പിളും. മനസ്സിലായോ? അതായത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുള്ളൂ എപ്പോഴും വെൻ വി അപ്ലൈയിങ് എ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് മൂവ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യും, പ്യുവർ സോൾവെന്റ് മാത്രം സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഇവിടെ എന്താണ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, അതുവഴി പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതെന്താണ്, ഈ പെർമിയബിൾ മെംബ്രെയിൻ ഇതിലുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ കണ്ടോ, ഇതിനെന്തുണ്ട്, മോർ ദാൻ 2 years ലൈഫ് സ്പാൻ ഉണ്ട്, മോർ ദാൻ 1 or 2 year ലൈഫ് സ്പാൻ. അപ്പൊ നമുക്ക് ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഡീസാലിനേറ്റിംഗ് സീ വാട്ടർ. ഇപ്പൊ സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഉപ്പിന്റെ കണ്ടന്റ് ഡീസാലിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ നമുക്കത് മോർ ദാൻ 2 years ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ എന്ത് അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, പ്യൂരിഫൈങ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും ഫ്രം ഡിസീസ് കോസിങ് ബാക്ടീരിയസ്. ഡിസീസ് കോസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ വി അപ്ലൈ ഹൈ പ്രഷർ ദ സോൾവെന്റ് is passing from solution to the other side through a semi permeable membrane. ഒരു പ്യുവർ സോൾവെന്റ് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൊല്യൂഷൻ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ ഇതാണ് നമ്മൾ ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടറിനെ ഡീസാലിനേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മോർ ദാൻ 2 years ലൈഫ് സ്പാൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണത്. ഓക്കെ, ഡിസ്കസ് എനി 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ എന്തെങ്കിലും 3 ഗോൾസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മോർ ദാൻ 16 to 70 എന്തുണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അതിൽ എന്താണ് ഏറ്റവും ഈസി ആയിട്ടുള്ള 3 പഠിക്കുക. അപ്പൊ ഞാനിവിടെ എന്താണ്, നോ പോവേർട്ടി, എന്തായത് പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സീറോ ഹങ്കർ, അതായത് ഫുഡ് സഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് നോ പോവേർട്ടി ഇല്ലാതാക്കുക, ദാരിദ്ര്യം ഒഴിവാക്കുക. പിന്നെന്താണ്, സീറോ ഹങ്കറിനെ ഒഴിവാക്കുക, അതായത് വിശപ്പ്, ആ ഒരു പ്രശ്നം ഒഴിവാക്കുക. എന്താ, സഫീഷ്യന്റ് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ഹെൽത്തും അതുപോലെ തന്നെ വെൽബീങ്ങും, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ എല്ലാ ഏജിലുള്ള ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ 3 പോയിന്റ്സ്. നോ പോവേർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോ പോവേർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഓക്കെ, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ 16-17 ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും എന്താണ് ഈസി ആയിട്ടുള്ള ഒരു 3 പഠിക്കുക. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് നോ പോവേർട്ടി ഇല്ലാതൊക്കെ, സീറോ ഹങ്കർ, അതുപോലെ തന്നെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഓക്കെ, ഈസി. നെക്സ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. അയോൺ എക്സ്ചേഞ്ച് പ്രോസസ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിന് ചോദിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറുമാണ്. ഇതാണ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിന്റെ അപ്പാരറ്റസ്. ഓക്കെ, ഇതിൽ എന്താ നടക്കുന്നത്, റിവേഴ്സിബിൾ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്. ഇവിടെ എന്താണ് അയോൺ എക്സ്ചേഞ്ച്, അയോൺസിന് എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യാണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തേക്ക്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ മറ്റൊരു സൊല്യൂഷൻസ് അയോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് സംഭവിക്കുന്നതാണ് എന്ത്, ഇതിന്റെ പ്രിൻസിപ്പിൾ. എങ്ങനെയാണ്, ബിറ്റ്വീൻ എ ഇമ്മൊബൈൽ സോളിഡ് സബ്സ്റ്റൻസ്, ഒരു സോളിഡ് സബ്സ്റ്റൻസ് എന്താണ് ആൻഡ് എ സൊല്യൂഷനും സോളിഡ്സിനും തമ്മിലുള്ള അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത്, അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ദ റിവേഴ്സ് എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ഇമ്മൊബൈൽ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആൻഡ് ദ സൊല്യൂഷൻ പാസിംഗ് ത്രൂ. സൊല്യൂഷൻ പാസിംഗ് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ അതിലുള്ള അയോൺസും, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കാറ്റോൺ എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ആനോൺ എക്സ്ചേഞ്ചർ വെക്കുന്നുണ്ട്. ഇതിൽ എന്തുണ്ട്, ഇതൊരു സോളിഡ് ആയിട്ട് ഇമ്മൊബൈൽ, അവിടെ അനങ്ങാതെ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു കാറ്റോൺ എക്സ്ചേഞ്ച് വെക്കുന്നുണ്ട്. അതിലെ എന്താണ് അയോൺസും, അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന റോ വാട്ടർ, അതായത് വേസ്റ്റ് വാട്ടറിലെ അയോൺസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ് നടക്കുന്നത്. ഇത് നമ്മൾ സാധാരണ എന്തിനാ ഉപയോഗിക്കുക, വാട്ടറിന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹാർഡ് വാട്ടറിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വാട്ടറിലുള്ള ഒരുപാട് മിനറൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വാട്ടറിൽ ഹാർഡ് വാട്ടർ ആകുമ്പോൾ കാൽഷ്യം, മെഗ്നീഷ്യം, അങ്ങനത്തെ ഒരുപാട് മിനറൽസ് ഉണ്ടാവും. ആ മിനറൽസിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഒഴിവാക്കിയിട്ട് പ്യുവർ H2O കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. എന്താണ്, നമ്മൾ വാട്ടറിൽ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹാർഡ് വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം പോലത്തെ അയോൺസ് ഉണ്ടാവും. അതിനെന്ത് ചെയ്യും, നമ്മുടെ ഈ കാറ്റോൺ എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ആനോൺ എക്സ്ചേഞ്ചറിൽ H+ അയോൺസ് അല്ലെങ്കിൽ OH- അയോൺസ് ഉണ്ടാവും. ഈ H+ അയോൺസും OH- അയോൺസും എന്ത് ചെയ്യാം, ഈ വാട്ടറിലുള്ള കാൽഷ്യം 2+, അതേപോലെ തന്നെ SO4 2- സൾഫേറ്റ് അയോൺസും കാൽഷ്യം അയോൺസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കും. അതായത് ഇവിടെയുള്ള കാൽഷ്യം അയോൺസ് ഇങ്ങോട്ടും, ഇതിലുള്ള H+ അയോൺസ്, നമ്മുടെ ഈ ആനോൺ എക്സ്ചേഞ്ചറിലുള്ള H+ അയോൺസ് ഇങ്ങോട്ടും വരും. ഇവ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ, ആ എക്സ്ചേഞ്ച് നടന്നിട്ട് ഇവിടെ H+ അയോൺസും ഇവിടെ OH- അയോൺസും ആവും. ഈ H+ OH കൂടി തന്നിട്ട് എന്താവും, H2O ആയിട്ട് അവസാനം കിട്ടും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേസ്റ്റ് വാട്ടർ, അതായത് ഒരു ഹാർഡ് വാട്ടർ എടുത്തു. ആ ഹാർഡ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, കാറ്റോൺ എക്സ്ചേഞ്ചർ കൂടെ പാസ് ചെയ്തു. ഹാർഡ് വാട്ടറിൽ എന്തുണ്ട്, ഒരുപാട് മിനറൽസ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം പോലത്തെ ഇതുണ്ട്. ആ കാൽഷ്യം അയോൺ എന്ത് ചെയ്തു, കാറ്റോൺ എക്സ്ചേഞ്ചറിലുള്ള H+ അയോണുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ വാട്ടർക്ക് ആര് വന്നു, H+ അയോൺസ് വന്നു. ഇവിടെയുള്ള കാൽഷ്യം പോയി, അവിടെ H+ അയോൺസ് വന്നു. പിന്നെ നമ്മൾ ഈ വാട്ടറിന് പിന്നെ എന്ത് ചെയ്യും, പാസ് ചെയ്തു. അത് ആനോൺ എക്സ്ചേഞ്ചറിൽ എത്തി. അപ്പൊ നമ്മുടെ വാട്ടറിലുള്ള സൾഫേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, സോപ്പ്, ഇതൊക്കെ എമൗണ്ട്. അപ്പൊ സൾഫേറ്റ് ഒക്കെ എന്ത് ചെയ്യും, ആനോൺ എക്സ്ചേഞ്ചറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ആനോൺ എക്സ്ചേഞ്ചറിൽ OH- ഉണ്ട്. ആ OH- SO4 2- എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ നമ്മൾ വാട്ടറിൽ സൾഫേറ്റ് എവിടേക്ക് പോയി, ആനോണിക്ക് പോയി. ആനോണിലുള്ള OH- എവിടേക്ക് വന്നു, വാട്ടറിൽ. അപ്പൊ വാട്ടറിൽ ബാക്കിയുള്ളത് H+ഉം OH-ഉം. ബാക്കി കാൽഷ്യം എന്താണ് സൾഫേറ്റ് ഒക്കെ എവിടേക്ക് പോയി, അവരൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് H+ഉം OH- ആക്കി. ആ H+ഉം OH- കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, H++ OH- എന്താണ്
പ്യുവർ H2O അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പ്യുവർ വാട്ടറിനെ കിട്ടും. ആ പ്യുവർ വാട്ടറിനെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ് നടക്കുന്നത്. എന്താണ് നമ്മുടെ വാട്ടറിലുള്ള മിനറൽസിനെ എന്ത് ചെയ്യാൻ വേണം? അൺവാണ്ടഡ് മിനറൽസിനെ ഒഴിവാക്കിയിട്ട് ഡീമിനറലൈസ് ചെയ്യുക. അൺവാണ്ടഡ് മിനറൽസിനെ ഒഴിവാക്കുക പറഞ്ഞാൽ ഡീമിനറലൈസ് ചെയ്തിട്ട് പ്യുവർ H2O ആയിട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? അയോൺ എക്സ്ചേഞ്ച് പ്രോസസ് ഈസ് ദ പ്രോസസ് based on reversible exchange of between immobile solid particles and solution passing through it. Okay. അപ്പൊ നമുക്ക് ഇനി അതിന്റെ റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇതിന് 2 എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഒരു കാറ്റോൺ എക്സ്ചേഞ്ച് റെസിനും അതേപോലെ ആനോൺ എക്സ്ചേഞ്ച് റെസിനും. അതായത് ഇവിടെ എന്ത് കാറ്റോൺ എക്സ്ചേഞ്ച് റെസിനാണ്, അതേപോലെ ഇവിടെ എന്ത് ആനോൺ എക്സ്ചേഞ്ച് റെസിനാണ് എന്നുള്ളതിന് ഒരു 2 എക്സാമ്പിൾസ് പഠിക്കാം. കാറ്റോൺ എക്സ്ചേഞ്ച് റെസിന് ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇത് എന്താണ്? ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന് എക്സാമ്പിൾ ആണ്. SO3. അപ്പൊ ഇവിടെ ഈ H+ അയോൺസ് ഉണ്ടല്ലോ, ഈ H+ അയോൺസ് എന്ത് പോകും? നമ്മുടെ വാട്ടർക്ക് പോകും. അതാണ് ഇതൊരു കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി ആനോൺ എക്സ്ചേഞ്ച് റെസിന്റെ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇത് ആനോൺ എക്സ്ചേഞ്ച് റെസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇതെന്താണ്? ഒരു ആനിയോൺ എക്സ്ചേഞ്ച് റെസിന്റെ എക്സാമ്പിൾ ആണ് ഇത്. ഇതൊരു കാറ്റോൺ എക്സ്ചേഞ്ച് റെസിന്റെ എക്സാമ്പിൾ ആണ്. 2 എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഒരു കാറ്റോൺ എക്സ്ചേഞ്ചർ എക്സാമ്പിളും ഒരു ആനിയോൺ എക്സ്ചേഞ്ചിന്റെ എക്സാമ്പിളും. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോസസ്സും പഠിച്ചാലോ. എന്താണ്? അയോൺസിന് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്. നമുക്ക് ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. അതായത് 2 കോളംസ് ഓഫ് ഹാർഡ് വാട്ടർ എന്താണ്? കാറ്റോൺ എക്സ്ചേഞ്ചും ആനിയോൺ എക്സ്ചേഞ്ചും എടുത്തു. നമുക്ക് നോക്കാം. ഈ പിക്ചർ നോക്ക്. ഇവിടെ എന്ത് ചെയ്തു? ഒന്നില് കാറ്റോൺ എക്സ്ചേഞ്ചറും ഒന്നില് ആനോൺ എക്സ്ചേഞ്ചറും എടുത്തു. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടുക്കും എന്തുണ്ട്? നമ്മുടെ റോ വാട്ടർ പോവുണ്ട്. നമ്മൾ ഈ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിന് 2 കോളം ഉണ്ടാവും. ഒന്ന് ആനോൺ എക്സ്ചേഞ്ചറും ഒന്ന് കാറ്റോൺ എക്സ്ചേഞ്ചറും. നോക്കാം. അപ്പൊ നമ്മുടെ എന്താണ്? കാൽഷ്യം 2+ എന്ത് ചെയ്തു? കാറ്റോൺ എക്സ്ചേഞ്ചർ കൂടെ പോയി. കാൽഷ്യം 2+ കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻ കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. കാൽഷ്യം പോകുമ്പോൾ ഇവിടെ ആരാണുള്ളത്? R-H+. ഈ R- എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ ഈ റെസിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് R-. അതുപോലെ H+ ഇതിലുള്ള ഈ അയോണിനെയാണ് ഞാൻ H+ ആയിട്ട് എടുത്തത്. ഓക്കെ. അപ്പൊ R-H+ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബേസിക് ആയിട്ട് എടുത്തതാണ് R- എന്ന്. ഉദ്ദേശിച്ചത് ആരെയാണ്? നമ്മുടെ ഈ റെസിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ നോക്കാം. ഇതിക്ക് എന്ത് നമ്മൾ പാസ് ചെയ്തു? നമ്മുടെ കാൽഷ്യം 2+, ഹാർഡ് വാട്ടറിൽ കാൽഷ്യം 2+ വന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ അയോൺസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് നടക്കും? എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ എന്തായി മാറും? നമ്മളിവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 അപ്പോ R2Ca + 2H+. അതായത് അയോൺസ് എന്തായി? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. H+ അയോൺസ് എന്ത് ചെയ്തു? ഇങ്ങോട്ടും പോയി. കാൽഷ്യം 2+ അയോൺസോ ഇങ്ങോട്ടും വന്നു. അതാണ് ഇവിടെ നടന്നത്. അതായത് R2Ca, അതായത് കാൽഷ്യത്തെ അയോൺസ് എന്ത് ചെയ്തു? ഈ റെസിന്റെ അടുത്തേക്ക് വന്നു. ഈ റെസിന്റെ അടുത്തേക്ക് നമ്മുടെ എന്ത് വന്നു? കാൽഷ്യം 2+ വന്നു. ഈ H+ അയോൺസ് എന്ത് ചെയ്തു? ഇവിടുന്ന് പോവുകയും ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. ഇതേപോലെ നമ്മൾ മെഗ്നീഷ്യം ആണ് കാൽഷ്യത്തിന് പകരം ഇവിടെ ഹാർഡ് വാട്ടറിൽ ഉള്ളത് ഉണ്ടെങ്കിൽ എന്താ വരിക? 2R- H+ + Mg2+. Mg2+ തന്നെ മെഗ്നീഷ്യം അയോണ് വന്നു കഴിഞ്ഞാലോ സെയിം R2Mg. കാൽഷ്യത്തിന് പകരം ഇവിടെ മെഗ്നീഷ്യം വരും. അതുപോലെ തന്നെ നമ്മൾ H+ അയോൺസിനെ റിലീസ് ചെയ്യും. ഇതാണ് എവിടെ നടക്കുന്നത്? എവിടെ? കാറ്റോൺ എക്സ്ചേഞ്ചർ. കാറ്റോൺ എക്സ്ചേഞ്ചറിൽ കാൽഷ്യത്തിന് എക്സ്ചേഞ്ച് ചെയ്ത് H+ അയോൺസിനെ എടുക്കും. നമ്മൾ ആനോൺ എക്സ്ചേഞ്ചറിൽ എന്താണ്? സൾഫേറ്റ് അയോൺസിന് എന്തായി? OH- അയോൺസുമായിട്ട് എക്സ്ചേഞ്ച് നടക്കും. നോക്കാം. അതായത് ഇപ്പോ 2R+ OH- എടുത്തു. പ്ലസ് നമ്മൾ ആര് പോയി? SO4 2- അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായി മാറും? R2SO4 2- എന്താണ്? ഇവിടെ എക്സ്ചേഞ്ച് നടന്നു. SO4 ഇവിടെയുള്ള SO4നെ ആര് എക്സ്ചേഞ്ച് എടുത്തു? നമ്മൾ R എടുത്തു. അതുപോലെ ഇതിനെങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ എന്തായി വരും?
2OH മൈനസ്. ഈ എക്സ്ചേഞ്ച് ആണ് നമ്മുടെ എന്തിൽ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിൽ നടക്കുന്നത്. ആദ്യം കാറ്റോൺ എക്സ്ചേഞ്ചറിലാണെങ്കിലോ കാറ്റോൺ എക്സ്ചേഞ്ചും കാൽഷ്യം അയോൺസും കാറ്റോൺ എക്സ്ചേഞ്ചറിൽ H+ അയോൺസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കും. ഇനി നമ്മൾ ആനോൺ എക്സ്ചേഞ്ചറിലാണെങ്കിലോ അയോൺ എക്സ്ചേഞ്ചറിലാണെങ്കിൽ OH മൈനസും അതേപോലെ തന്നെ സൾഫേറ്റ് അയോൺസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കും. ഇതാണ് നമ്മളെ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. അതിന്റെ പ്രോസസ്സും പ്രിൻസിപ്പിളും നോക്കി മനസ്സിലായോ? അതായത് റിവേഴ്സ് എന്താ ഇത് എക്സ്ചേഞ്ച് ചെയ്യാം, അയോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അതാണ് ഇതിന്റെ പ്രോസസ്. എന്താ ചെയ്യാ, കാൽഷ്യം 2+ ഹാർഡ് വാട്ടറിലുള്ള കാൽഷ്യം 2+ ആരെടുത്തു, നമ്മുടെ ഇവിടെയുള്ള കാറ്റോൺസ് എടുത്തു. എന്നിട്ട് എന്താക്കി മാറ്റും, H+ അയോൺസ് ആക്കി മാറ്റും. അതുപോലെ തന്നെ വാട്ടറിലുള്ളത് ആനിയോൺസിലുള്ളതിലോ OH മൈനസിനെ ആക്കി മാറ്റും. വാട്ടർക്ക് സൾഫേറ്റിനെ ഇവർ എടുക്കും, നമ്മൾ ആനിയോൺ എടുക്കും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ലാസ്റ്റ് ആരൊക്കെ ഉള്ളത്, H+ഉം OH മൈനസും ആണ് നമ്മുടെ വാട്ടറിൽ ഉള്ളത്. ബാക്കിയുള്ള അടുത്ത് ഹാർഡും എന്താണ് മിനറൽസ് മൊത്തം പോയിട്ട് നമ്മളിപ്പോൾ H+ഉം OH മൈനസും ആണ് നമ്മുടെ വാട്ടറിലുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമുക്കുള്ളത് ആരൊക്കെയാണ്, H+ഉം OH മൈനസും ആണ് ഉള്ളത്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, പ്യുവർ വാട്ടർ ആയിട്ടുള്ള H2O ഫോം ചെയ്യും. എങ്ങനെയാണ്, H+ + OH മൈനസ് ഗിവ്സ് H2O. ഇതാണ് നമ്മുടെ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. എന്നിട്ട് അവസാനം നമുക്ക് ഈ കിട്ടുന്ന വാട്ടറിനെ നമ്മൾ എന്താ പറയാ, ഡി അയോണൈസ്ഡ് വാട്ടർ ഓർ ഡി മിനറലൈസ്ഡ് വാട്ടർ. ഇപ്പൊ ചോദ്യം എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, എന്ത്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ഡീമിനറലൈസേഷൻ ഓഫ് വാട്ടർ. വാട്ട് ഈസ് ദ പ്രോസസ് ബിഹൈൻഡ് ഡീമിനറലൈസേഷൻ ഓഫ് വാട്ടർ ഓർ ഡീഅയോണൈസേഷൻ ഓഫ് വാട്ടർ, അങ്ങനെ ചോദിക്കാം. അപ്പൊ അതെന്താണ്, അയോൺ എക്സ്ചേഞ്ച് പ്രോസസ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ പ്രോസസ് ഒക്കെ മനസ്സിലായോ എങ്ങനെ നടക്കുന്നതെന്ന്? അതായത് ഹാർഡ് വാട്ടറിന് എന്ത് ചെയ്യുക, ഹാർഡ് വാട്ടറിലുള്ള മിനറൽ അയോൺസും നമ്മുടെ കാറ്റോൺ എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ആനോൺ എക്സ്ചേഞ്ചറിലുള്ള H+ OH മൈനസ് അയോൺസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് നടക്കുകയാണ്, എക്സ്ചേഞ്ച് നടക്കുകയാണ്, അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതുക. അപ്പോൾ താങ്ക് യു.